മാടത്തിയിൽ LP സ്കൂളിൽ 76ാമത് വാർഷികാഘോഷം പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മാടത്തിയിൽ LP സ്കൂളിന്റെ 76ാം വാർഷികാഘോഷ അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ വാർഷികാഘോഷങ്ങളുടെ തുടർച്ചയാണ് കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളായി ഇരിട്ടി ഉപജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലയാണ് ഇരിട്ടി. ഇന്നലെ 3 സ്കൂൾ വാർഷിക പരിപാടിയാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടന്നത്. സ്റ്റാഫ് സെക്രട്ടറി കെ ഷൗക്കത്ത് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് PTA പ്രസിഡന്റ് കെ സജീഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് PK രേഷ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 76ാമത് വാർഷികം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശ്രീ CH അനന്തൻ മാസ്റ്റർ 1950-ൽ ഈ വിദ്യാലയം സ്ഥാപിച്ചു. ഈ വിദ്യാലയത്തിൽ ഏറെക്കാലം പ്രധാന അധ്യാപകനായും മാനേജരായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് ശേഷം അവരുടെ സഹധർമ്മിണി ശ്രീമതി P ലക്ഷ്മി അമ്മ മാനേജരായി. ഇപ്പോൾ മാനേജർ സ്ഥാനം വഹിക്കുന്നത് അവരുടെ മകനായ ശ്രീ PC ചന്ദ്രമോഹനൻ സാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടന്നുവരുന്നു. 2025 ജൂൺ മാസം 2-ാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി ഈ അധ്യയന വർഷം ആരംഭിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യും പൂർവ്വ വിദ്യാർത്ഥിയും MLA-യുമായ KK ശൈലജയും പരിപാടിക്ക് പങ്കാളിത്തം അറിയിച്ചു. ചിത്രകാരിയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ കുമാരി വിസ്മയ ജോണി മുഖ്യാതിഥിയായിരുന്നു. ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CK സത്യൻ എക്സലൻസി അവാർഡ് വിതരണവും സ്കൂൾ മാനേജർ PC ചന്ദ്രമോഹനൻ എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. LSS ജേതാക്കൾക്കുള്ള അനുമോദനം ഇരിട്ടി BRC BPC K നിഷാന്ത്, അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള അനുമോദനം പായം പഞ്ചായത്ത് മെമ്പർ ചിത്രലേഖയും നിർവഹിച്ചു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ K രാമചന്ദ്രൻ നവോദയ ജേതാക്കളെ അനുമോദിച്ചു. മികവ് മെഗാ ക്യൂസ് ട്രോഫി വിതരണം CRC കോർഡിനേറ്റർ റുബീന ടീച്ചറും പ്രീ പ്രൈമറി ടാലന്റ് എക്സാം ജേതാക്കൾക്കുള്ള അനുമോദനം മദർ PTA പ്രസിഡന്റ് അർച്ചന ദ്വിഭാഷും നിർവഹിച്ചു. P സാജിദ, PC പോക്കർ, C സുരേഷ്, സ്കൂൾ ലീഡർ കുമാരി ശ്രീപാർവതി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി അമിത് ചന്ദ്ര നന്ദി അറിയിച്ചു. തുടർന്ന് കലാവിരുന്നും അരങ്ങേറി. ഞാനൊക്കെ പഠിക്കുമ്പോഴുള്ള സ്കൂളല്ല ഇപ്പോൾ, ഒരുപാട് മാറിയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച സഹപാഠികളെ ഇതിനിടെ പല സ്ഥലത്തും കണ്ടുമുട്ടാനിടയായി. ഇവിടെ ചന്ദ്രനും ഞാനും ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണ്. മുസ്തഫ എന്ന് നമ്മുടെ കൂടെ ഇല്ല. ഓരോരുത്തരുടെ ആയിട്ട് പേര് ഞാൻ പറയുന്നില്ല. ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന അനുഭവമാണ് ഇവിടെ വരുമ്പോൾ സാധാരണയായിട്ട് തോന്നുന്നത്. വാർഷികാഘോഷ പരിപാടിയിൽ നേരത്തെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ അയ്യങ്കുന്നാറളം മേഖലയിലുള്ള ഒരു പര്യടന പരിപാടിയിലായിരുന്നു. ഇപ്പോഴാണ് അത് അവസാനിച്ചത്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരുമിച്ച് ചേരുന്ന ഈ പരിപാടിയിൽ എൻ്റെ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിന് ഒരു നിമിഷമെങ്കിലും ഇവിടെ പങ്കെടുക്കണമെന്ന അത്യാഗ്രഹം കൊണ്ടാണ് ഈ വൈകിയ അവസരത്തിൽ ഓടിയെത്തിയത്. പണ്ട് പണ്ടേ പഞ്ചവർക്കാട്ടിൽ ഭയങ്കരനായൊരു രാക്ഷസൻ താമസിച്ചിരുന്നു. കൂർത്ത പല്ലുകളും നഖങ്ങളും മേലാസകരം രോമം വളഞ്ഞ കൊമ്പുകൾ. മലരായി പരിധിനരഹമിതറിയ പോവേ പരിപൂർണ പദരന തെളിവ പോവി ഫാത്തിമ ബീവി പാലിന ചിരിയുടെ നരകത മലരായി.